മിൽമ ബൂത്തുകളുണ്ട്. നല്ല ചായ കിട്ടും. ചായയുടെ കൂടെ ഈ അരിയുണ്ട കഴിക്കും. മിൽമയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ശ്രദ്ധിക്കാറുണ്ടോ? അപ്പോൾ നമുക്ക് ഒരു അരിയുണ്ടയും അല്ലേ ചായ കുടിക്കാം. കടുപ്പത്തിൽ വേണോ? അപ്പോൾ കടുപ്പത്തിൽ 2 ചായ, ഒപ്പം 2 അരിയുണ്ടയും കൂടി എടുക്കാം. അപ്പോൾ പാലക്കാട് വന്ന് കാറ്റൊക്കെ കൊണ്ടുവന്ന് ഈ പറയുന്ന കോട്ടമൈതാനത്തോട് 2 റൗണ്ടൊക്കെ നടന്നിട്ട് മിൽമയിൽ വന്നൊരു ചായയൊക്കെ കുടിച്ച് വീട്ടിൽ പോകുന്നൊരു ശീലമുണ്ട്. അതാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അതാ നല്ല അരിയുണ്ടയുണ്ട്. അപ്പോൾ അരിയുണ്ടയുമായി നമ്മൾ വർത്തമാനം തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് നമ്മളിന്ന്. ഇതിപ്പോൾ ഈ സന്ദീപിൻ്റെ കാര്യത്തിൽ പാണക്കാട് വീട്ടിൽ പോയതിന് ശേഷം സന്ദീപ് നടത്തിയ പ്രതികരണം, അവിടെ നല്ല കസേരകൾ ലഭിക്കട്ടെ എന്ന് CPM-ന്റെ വിമർശനം ഉണ്ടായിരുന്നു. അതിന് ഇന്ന് സന്ദീപ് പറഞ്ഞത് സുരേന്ദ്രൻ പറഞ്ഞു. അപ്പം അതിനോടുള്ള സുരേന്ദ്രനാണ് പറഞ്ഞത്. അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞ പ്രതികരണമായിട്ട് സന്ദീപ് പറഞ്ഞത്, എനിക്ക് ഏറ്റവും നല്ല കസേരയാണ് കിട്ടിയത്, അത് പാണക്കാട്ട് കുടപ്പനക്കുന്ന് വീട്ടിലെയാണ്. സത്യത്തിലെ സന്ദീപ് വാര്യരുടെ ചാട്ടം BJP സംസ്ഥാന നേതൃത്വത്തെക്കാൾ കൂടുതൽ ഈ ഫാൻസിന് കിട്ടിയ അടിയാണ്. കാരണം നേതൃത്വം സന്ദീപ് വാര്യരെ അത്രമേൽ പരിഗണിച്ചിട്ടൊന്നുമില്ല. അത് സന്ദീപ് വാര്യർ പറയുന്നത് കറക്റ്റാണ്. പക്ഷേ സന്ദീപ് വാര്യരെ നെഞ്ചിലേറ്റി നടന്ന കുറേ ഫാൻസ് ഉണ്ടായിരുന്നു. അവർ വിചാരിച്ചു ഇങ്ങനെ TV ചർച്ചയിൽ വാഗ്ധോരണികൾ പറയുന്ന ആളുകളാണ് നേതാക്കന്മാർ. സന്ദീപ് വാര്യരെ പ്രസിഡന്റ് ആക്കണമെന്ന് പോലും ഒരു ഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം ഉണ്ടായി. അങ്ങനെ ഈ സോഷ്യൽ മീഡിയ അണികൾ അല്ലേ, ഇപ്പോൾ പറയുന്ന സംഗീത് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ അണികൾക്ക് കിട്ടിയ തിരിച്ചടി യഥാർത്ഥത്തിൽ ഈ ചാട്ടം എന്ന് പറയുന്നത്. കാരണം നേതൃത്വം അത്രമേലൊന്നും സന്ദീപ് വാര്യരെ കണക്കാക്കിയിട്ടില്ല. പരമാവധി കൊടുത്ത് വക്താവാക്കി എന്നുള്ളതാണ്. പിന്നീട് സംസ്ഥാന സമിതി അംഗം മാത്രമാണ് ഇപ്പോൾ. അപ്പോൾ നേതൃത്വത്തിലേക്കൊന്നും സന്ദീപ് വാര്യർ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു പ്രകാശ് ബാബുവും സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണ് യുവമോർച്ചയിലേക്ക് സന്ദീപ് വാര്യർ വരുന്നത് സെക്രട്ടറി ആയിട്ട്. അത് ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റാണ്. ആ ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് നടത്തിയ ആളുകളെയാണ് യഥാർത്ഥത്തിൽ ഈ ഞെട്ടിച്ചത്. അതെ, യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചത് മൊത്തത്തിൽ ലാഭമാണ്, പക്ഷേ നഷ്ടമാകാനും സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴെങ്കിലും സമസ്തയിൽ നിന്നോ ലീഗിൽ നിന്നോ അല്ലെങ്കിൽ UDF-ന് അനുകൂലമായി നിലപാടെടുക്കുന്ന ഏതെങ്കിലും സംഘടനയിൽ നിന്നോ ഒരു നേതാവ് ഒരു വിമർശനത്തിൻ്റെ ഒരു തീപ്പൊരി പറഞ്ഞാൽ അത് ആളിക്കത്തും. പക്ഷേ നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് വരെ ആരും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് പാണക്കാട്ടേക്കുള്ള യാത്ര തന്ത്രപ്രധാനമായ യാത്രയായി മാറുന്നത്. അതൊരു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ളൊരു നീക്കമാണ്. എന്തായാലും അത് ഫലം കണ്ടു എന്ന് വേണം കരുതാൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് പോകുന്നു. ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കാം. ഒരുപാട് പലഹാരങ്ങളുണ്ട്, നല്ല സമോസയുണ്ട്, അരിപ്പത്തിരിയുണ്ട്. പാലക്കാടൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും കോട്ടയം വരുമ്പോൾ ഇവിടുത്തെ മിൽമ സ്റ്റോളിലെ ചായയും ഈ കടിയൊന്നും മിസ് ചെയ്യരുത്.